കൃഷ്ണഗാഥയുടെ മറ്റൊരു പേര് എന്താണ്? ആൻസർ കൃഷ്ണപ്പാട്ട്. അപ്പോൾ ഒന്നുകൂടി ഓർത്തു വയ്ക്കുക, കൃഷ്ണഗാഥയുടെ മറ്റൊരു പേരാണ് കൃഷ്ണപ്പാട്ട്. അടുത്ത ചോദ്യം എന്താണ്? കൃഷ്ണഗാഥ എഴുതിയത് ആരാണ്? കൃഷ്ണഗാഥ രചിച്ചത് ആരാണ്? ചെറുശ്ശേരി. ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥ എഴുതിയത്. വെണ്ണക്കണ്ണൻ എന്ന കവിത ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ആൻസർ കൃഷ്ണഗാഥ. കൃഷ്ണഗാഥയിൽ നിന്നും എടുത്ത കവിതയാണ് വെണ്ണക്കണ്ണൻ. കൃഷ്ണഗാഥയുടെ രചനയ്ക്ക് പിന്നിലെ വിനോദം എന്താണ്? ആൻസർ ചതുരംഗം. കോലോത്തുനാട് രാജാവായ ഉദയവർമ്മനും ചെറുശ്ശേരിയും ചതുരംഗം കളിക്കുമ്പോഴാണ് ഉദയവർമ്മ രാജാവ് ചെറുശ്ശേരിയോട് കൃഷ്ണഗാഥ രചിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. കഥകളിയുടെ ആദ്യ രൂപമായ കലാരൂപം ഏതാണ്? ആൻസർ രാമനാട്ടം. രാമനാട്ടമാണ് കഥകളിയുടെ ആദ്യ രൂപമായ കലാരൂപം. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത്? ആൻസർ കോലോത്തുനാട് രാജാവ് ഉദയവർമ്മൻ. കോലോത്തുനാട് രാജാവ് ഉദയവർമ്മന്റെ നിർദ്ദേശപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത്. വള്ളത്തോൾ രചിച്ച മഹാകാവ്യം ഏതാണ്? ആൻസർ ചിത്രയോഗം. ചിത്രയോഗമാണ് വള്ളത്തോൾ രചിച്ച മഹാകാവ്യം. വരരുചി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ആൻസർ ഐതിഹ്യമാല. ഐതിഹ്യമാല എന്ന കൃതിയിലെ കഥാപാത്രമാണ് വരരുചി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? ആൻസർ പുന്നമടക്കായൽ. പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര് എന്തായിരുന്നു? ആൻസർ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നതായിരുന്നു നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര്. ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെയാണ്? ആൻസർ കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എന്നിവരാണ് ആധുനിക കവിത്രയങ്ങൾ. പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാണ്? ആൻസർ ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. പ്രാചീന കവിത്രയങ്ങളാണ് ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. വള്ളംകളിയുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട പാട്ടുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ വഞ്ചിപ്പാട്ട്. ചുണ്ടൻ വള്ളങ്ങളുടെ ആകൃതി ഏതാണ്? ആൻസർ സർപ്പാകൃതി. അപ്പോൾ ഓർത്തു വയ്ക്കുക, ചുണ്ടൻ വള്ളങ്ങളുടെ ആകൃതി സർപ്പാകൃതിയാണ്. ഇടശ്ശേരിയുടെ ഏത് കൃതിയിലാണ് നങ്ങേലി എന്ന കഥാപാത്രം ഉള്ളത്? ആൻസർ പൂതപ്പാട്ട്. ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഓർത്തു വയ്ക്കുക, പൂതപ്പാട്ട് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഇടശ്ശേരി. ഇതോടൊപ്പം ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്, ആരുടെ തൂലികാനാമമാണ് ഇടശ്ശേരി എന്നത്? ഇടശ്ശേരി എന്നത് ഗോവിന്ദൻ നായരുടെ തൂലികാനാമമാണ്. നവഭാരത ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിനെയാണ് നവഭാരത ശില്പി എന്നറിയപ്പെടുന്നത്. കുഞ്ചൻ നമ്പ്യാരുടെ കവിതകൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ആൻസർ തുള്ളൽ കവിതകൾ. മലയാളത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? ആൻസർ എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരമാണ് മലയാള സാഹിത്യത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം. കുറച്ച് പദങ്ങളും അവയുടെ അർത്ഥങ്ങളും നോക്കുക. നിലാവ്, നിലാവിൻ്റെ മറ്റു പര്യായങ്ങളാണ് കൗമുദി, വെളിച്ചം. നിലാവ് എന്നർത്ഥം വരുന്ന രണ്ട് പദങ്ങളാണ് കൗമുദി, വെളിച്ചം. അതുപോലെ തന്നെ അമ്പിളി, അമ്പിളി എന്നർത്ഥം വരുന്ന പദങ്ങളാണ് ചന്ദ്രൻ, തിങ്കൾ. മൂന്നാമത്തേത് ദിനംപ്രതി, അതിൻ്റെ അർത്ഥമാണ് ഓരോ ദിവസവും. അടുത്തത് വനം, വനം എന്നുള്ളതിൻ്റെ അർത്ഥമാണ് കാനനം, കാട്. അടുത്തത് ഭവനം, ഭവനത്തിൻ്റെ പര്യായങ്ങളാണ് വീട്, ആലയം, ഗൃഹം. മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ മോക്ക് ടെസ്റ്റ് രൂപത്തിൽ കൊടുത്തിട്ടുള്ളത്. അതൊന്ന് കണ്ടു നോക്കൂ. ഒരു ദേശത്തിൻ്റെ കഥ എഴുതിയ സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻസ്: കോവിലൻ, എസ്.കെ. പൊറ്റേക്കാട്, ഒ.വി. വിജയൻ, എം. മുകുന്ദൻ. ആൻസർ എസ്.കെ. പൊറ്റേക്കാട്.
ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻസ്: തകഴി ശിവശങ്കരപിള്ള, സച്ചിദാനന്ദൻ, ജോസഫ് മുണ്ടശ്ശേരി, മലയാറ്റൂർ രാമകൃഷ്ണൻ. ആൻസർ: തകഴി ശിവശങ്കരപിള്ള. പൂതപ്പാട്ടിൻ്റെ കർത്താവ് ആരാണ്? അതായത് പൂതപ്പാട്ട് രചിച്ചത് ആരാണ്? ഓപ്ഷൻസ്: വെള്ളത്തോൾ, ഇടശ്ശേരി, കെ ശ്രീകുമാർ, ONV. ആൻസർ: ഇടശ്ശേരി. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. 4 പദം കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് ശരിയായ പദമെന്ന് കണ്ടുപിടിക്കുക. ശരിയായ ഉത്തരം 3ാമത്തെ ഓപ്ഷനാണ് അനുബന്ധം. നിലാവ് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻസ്: ചന്ദ്രൻ, അമ്പിളി, തിങ്കൾ, കൗമുദി. ആൻസർ: കൗമുദി. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം അമ്പിളി, തിങ്കൾ എന്നീ 2 പദങ്ങൾ ചന്ദ്രൻ്റെ പര്യായങ്ങളാണ് കേട്ടോ. ചന്ദ്രൻ എന്നതിന് പകരം ഉപയോഗിക്കുന്ന പദങ്ങളാണ് ആരൊക്കെ? അമ്പിളിയും തിങ്കളും. അതുപോലെ തന്നെ നിലാവിൻ്റെ പകരം പദമാണ് എന്ത്? അതായത് നിലാവിൻ്റെ അതേ അർത്ഥമാണ് എന്തിന്? കൗമുദിക്ക്. അടുത്ത ചോദ്യം പിരിച്ചെഴുതുക. കേഴുമല്ലോ എന്ന പദം പിരിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് നോക്കി എഴുതണം. ആൻസർ ഫസ്റ്റ് ഓപ്ഷനാണ് കേഴും പ്ലസ് അല്ലോ. കൃഷ്ണഗാഥയുടെ രചനയ്ക്ക് പിന്നിലെ വിനോദം എന്താണ്? ഓപ്ഷൻസ്: അമ്പെയ്ത്ത്, ചൂതാട്ടം, തേരോട്ടം, ചതുരംഗം. തന്നിട്ടുള്ള 4 വിനോദങ്ങളിൽ ഏതാണ് കൃഷ്ണഗാഥ എഴുതാനുണ്ടായ കാരണം എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ആൻസർ: ചതുരംഗം. അടുത്ത ചോദ്യം ചേർത്തെഴുതലാണ്. ഓണം, സദ്യ എന്നീ 2 പദങ്ങൾ ചേർത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. കറക്റ്റായത് നോക്കി എഴുതണം. ആൻസർ ഏതാണ്? ഓണം പ്ലസ് സദ്യ, ഓണസദ്യ. 2ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. താഴെ പറയുന്ന കളികളിൽ നാടൻ കളിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ്: തലപ്പന്ത് കളി, കുട്ടിയും കോലും, ക്രിക്കറ്റ് കളി. ഇവയൊന്നുമല്ല. ആൻസർ: ക്രിക്കറ്റ് കളി. കല്യാണ സൗഗന്ധികം എന്നതിൻ്റെ കർത്താവ് ആരാണ്? അതായത് കല്യാണ സൗഗന്ധികം രചിച്ചത് ആരാണ് എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ഓപ്ഷൻസ്: ചെറുശ്ശേരി, കുമാരനാശാൻ, കുഞ്ചൻ നമ്പ്യാർ, വെള്ളത്തോൾ. ആൻസർ: കുഞ്ചൻ നമ്പ്യാർ. കല്യാണ സൗഗന്ധികം എഴുതിയതാരാണ്? കുഞ്ചൻ നമ്പ്യാർ.